കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യരായ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും കർത്താവിൻ്റെ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. റോമാലേഖനം 13-ാമത്തെ അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. ആ ഭാഗത്ത് ഈ കാലഘട്ടം എന്താണെന്നുള്ള ആ സമയത്തെക്കുറിച്ചുള്ള അറിവ് ദൈവം നമുക്ക് തന്നിരിക്കുന്നുവെന്നും കർത്താവിൻ്റെ വരവിൻ്റെ സമയം അടുത്തിരിക്കുന്നുവെന്നും അതിൻ്റെ പശ്ചാത്തലത്തിൽ കർത്താവിൻ്റെ വരവിനോടുള്ള നമ്മളുടെ ബന്ധത്തിൽ നാം എങ്ങനെ പെരുമാറണം, മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രബോധനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതശൈലി സ്വീകരിക്കേണ്ടത് കർത്താവിൻ്റെ വരവിനോടുള്ള ആ പ്രതീക്ഷയും പ്രത്യാശ നിമിത്തമായിരിക്കണം. ഈ ജീവിതം താൽക്കാലികമാണ്. സൗരങ്ങളെ, നമ്മളിവിടെ ഈ സ്വാർത്ഥരായി ജീവിക്കുന്നതിനൊരു പ്രധാന കാരണം നമുക്കെല്ലാം ഇതങ്ങ് അനുഭവിക്കാമെന്ന ഒരു ചിന്ത നമുക്കങ്ങ് ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും സ്വാർത്ഥരായി ജീവിക്കുന്നത്. ഇല്ല സൗരങ്ങളെ, സ്വാർത്ഥരായിട്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. കാരണം ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരായുസ് കൊണ്ട് സമ്പാദിച്ചതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇട്ടേച്ച് പോവുകയല്ലേ. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിഭവങ്ങൾ മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെടത്തക്കതുപോലെ ഉപയോഗിക്കുവാൻ, സ്നേഹത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതശൈലി സ്വീകരിക്കുവാൻ ഓരോ ദൈവപൈതലിനും ചുമതലയുണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. സ്നേഹിക്കുന്നെങ്കിൽ പങ്കുവയ്ക്കും, കൊടുക്കുകയല്ല, പങ്കുവയ്ക്കലാണ് ദൈവത്തിന് നമ്മളെ പഠിപ്പിക്കുന്നത്. കൊടുക്കുമ്പോൾ ഉയർന്നിരുന്നോട് താഴോട്ട് അങ്ങനെ കൊടുക്കും, അങ്ങനല്ല, നമ്മൾ പങ്കുവയ്ക്കുക. പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്, കടക്കാരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും 5 തലമുറയ്ക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു നല്ല പൈതൃകമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും കൂട്ടുസഹോദരങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത് ദൈവം നമുക്ക് തന്ന വിഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ സമയമെടുത്തു എന്നുള്ളത് ആ പൈതൃകമാണ്. ആ സൽപ്രവൃത്തിയുടെ സൗരഭ്യമാണ് നമ്മുടെ തലമുറയ്ക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പത്ത്. നമ്മൾ മറക്കരുത്. അതുകൊണ്ട് സ്വാർത്ഥരായി ചിലർ സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും ചൊവ്വ ചിലവാക്കാതെ പിന്നെ കൂട്ടി വെച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെയല്ല. പണത്തോട് നമ്മളുടെ മനോഭാവം വളരെ പ്രധാനമാണ്. അത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതശൈലി. കാരണം കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു. നമ്മളിവിടെ താൽക്കാലികമായി മാത്രം പാർക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ഒന്നുകിൽ കർത്താവിൻ്റെ വരവ് ഉടനെ ഉണ്ട്, അല്ലെങ്കിൽ കർത്താവ് എന്നെ വിശ്രമത്തിൽ വിളിക്കാനുള്ള സമയം ഏത് സമയവുമാകാം. ആ ഒരു ചിന്ത ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ലോകത്തിൻ്റെ ഈ ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ബോധവാന്മാരായിരിക്കണം. അപ്പോൾ ഈ സമയം എന്താണെന്ന് നമ്മൾ അറിയണം. അവിടെ നമ്മൾ നാഴിക 11-ാം വാക്യത്തിൽ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. ലോകം മുഴുവൻ ഒരു ഇരുളിലാണ്. ഇരുളിലിരിക്കുന്നവർ ഉറക്കത്തിലാണ്. അവർ തങ്ങളെക്കുറിച്ച് തന്നെ ബോധവാന്മാരല്ല. തന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നവർ എത്ര പേരുണ്ട്? ഈ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ എത്ര പേരുണ്ട്? ബദ്ധപ്പാടാണ്. ഇങ്ങനൊരു പറച്ചിലുണ്ട്, മാൻ ഈസ് ടു ബിസി മേക്കിംഗ് എ ലിവിങ് ദാറ്റ് ഹി ഫർഗെറ്റ്സ് ടു മേക്ക് എ ലൈഫ്. മനുഷ്യൻ ഭയങ്കര തിരക്കായിട്ട് ഉപജീവനത്തിൻ്റെ ബദ്ധപ്പാടിൽ ഓടി നടക്കുമ്പോൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൻ ചിന്തിക്കാൻ മറന്നുപോകും. താൻ ആരാണെന്ന് ചിന്തിക്കാൻ മറന്നുപോകും. ഞാൻ എന്തിനിവിടെ ആയിരിക്കുന്നു? എൻ്റെ ചുമതല എന്താണ്? എൻ്റെ ഏറ്റവും ഒന്നാമത്തെ ചുമതല ദൈവത്തോടുള്ള ചുമതലയാണ്. രണ്ടാമത്തെ ചുമതല എൻ്റെ കൂട്ടു സഹോദരങ്ങളോട് ചുമതലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുടുംബത്തോട് നമ്മൾ ചുമതലപ്പെട്ടവരാണ്. നമ്മൾ ദൈവത്തോട് കടപ്പെട്ടവരും നമ്മുടെ കുടുംബത്തോടും സമൂഹത്തോടും കടപ്പെട്ടവർ. നമ്മെ എത്ര ആർദ്രതയോടും സ്നേഹത്തോടും കരുതലോടും കൂടി കാണുന്നുവോ അതുപോലെ നമ്മുടെ കൂട്ടു സഹോദരന്മാരെയും സ്നേഹത്തോടും ആർദ്രതയോടും കാണുവാൻ നമുക്ക് കഴിയണം. അതാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പോൾ കർത്താവ് വരുന്നു എന്നുള്ള ആ ചിന്ത, ഉറക്കത്തിൽ ഉണരും, മരിച്ചവർ ഉയർക്കും. അവിടെ ഉറക്കമെന്ന് പറയുന്നത് ഉയിർത്തെഴുന്നേൽപ്പിനെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ഇനി മറ്റ് ഉണരുവാൻ നാഴിക വന്നിരിക്കും. ഉണരുക എന്നുള്ള ആശയം നമ്മൾ സാധാരണയായിട്ട് ക്രിസ്തീയ സമൂഹത്തിൽ കേൾക്കുന്നതാണ്. ഉണർവ് എന്നുള്ള വാക്ക് ശരിയാണ്. മറ്റ് സമൂഹങ്ങളും അത് പറയാറുണ്ട്, ഉണരണം എന്ന് പറഞ്ഞാൽ അലസതയൊക്കെ മാറ്റണം. ശരി, ആ ആശയം എടുക്കുന്നത് നല്ലതാണ്. പക്ഷേ
ദൈവവചനത്തിൽ ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക ആവർത്തിച്ച് തിരുവെഴുത്തിലുണ്ട്. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ഉണർന്നിരിപ്പീൻ ആവർത്തിച്ച് പറയുന്നു. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾ എല്ലാവരോടും പറയുന്നു ഉണർന്നിരിപ്പീൻ. ഉണർന്നിരിപ്പീൻ എന്ന് പറഞ്ഞാൽ ഉണരുക, ഉറങ്ങരുത്, അലസന്മാരാകരുത്, സത്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലാത്തവരെ പോലെ യാഥാർത്ഥ്യത്തിന് നേരെ ബോധപൂർവ്വം കണ്ണടയ്ക്കുന്നവരാകരുത്. ഉണർവോടി ഈ ഉണരുക എന്ന് പറയും. ഉണർവ് എന്ന് പറയുമ്പോൾ പല ആളുകളും വിചാരിക്കുന്നു ഭയങ്കര ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും വലിയ കൂട്ടങ്ങൾ കൂടി വരവുകൾ. ഇപ്പോൾ ആണെങ്കിൽ അതും നടക്കില്ല. പിന്നെ എന്താ ഉണർവ് എന്ന് പറയും? രാവിലെ നമ്മൾ ഉണർന്നാൽ ആദ്യം ചെയ്യുന്നത് ഒരു സ്വയക്രമീകരണമല്ലേ? ഉണർന്നെഴുന്നേറ്റാൽ ഉടനെ കണ്ണൊക്കെ ഒന്ന് തിരുമ്മി, തുണിയൊക്കെ ഒന്ന് നേരെയിട്ട്, ഒരു ചെല്ലാണെങ്കിൽ ഒരു കോട്ടുവായൊക്കെ ഇട്ട് ഒരു ഉന്മേഷം, നമ്മളൊരു സ്വയക്രമീകരണം, പോയി മുഖമൊക്കെ ഒന്ന് കഴുകി പല്ലൊക്കെ ഒന്ന് തേച്ച് നമ്മളൊരു സ്വയക്രമീകരണം, വി ഗെറ്റ് ആർ സെൽസ് റെഡി. നമ്മളെ തന്നെ ഒന്ന് ഒരുക്കാനാണ്, അതിനാണ് നമ്മൾ സമയമെടുക്കുന്നത്. ഉണർന്നാൽ ഉണർവിൻ്റെ ഏറ്റവും പ്രധാന അടയാളം നമ്മൾ സ്വയം ക്രമീകരിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഉണർന്നാൽ. ആത്മീയ ഉണർവെന്ന് പറയുന്നത് ജീവിത ക്രമീകരണമാണ്. ജീവിത ക്രമീകരണം. ഒരു സഭയിൽ ഉണർവുണ്ടായെന്ന് പറഞ്ഞാൽ അവർ ജീവിതം ക്രമീകരിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വലിയ ഉച്ചത്തിലുള്ള പാട്ട് അവിടെ നിന്ന് ഉയരാൻ തുടങ്ങി അതുണ്ടായിരിക്കാം, അതതിൻ്റെ ഒരു ഭാഗമായി വന്നേക്കാം. ആ ആത്മീയ വിഷയങ്ങളിൽ, ആത്മീയ ശുശ്രൂഷകളിൽ, കൂട്ടായ്മകൾ കൂടുതൽ ഉത്സുകരായെന്ന് വന്നേക്കാം. അത് നല്ല കാര്യം. പക്ഷേ പ്രധാനമായിട്ടും ഉണരുക എന്ന് പറയുമ്പോൾ, ഉണർവ് എന്ന് പറയുമ്പോൾ അത് ജീവിത ക്രമീകരണം, സ്വയക്രമീകരണമാണ് അതുകൊണ്ട് പ്രധാനമായും അർത്ഥമാക്കുന്നത്. നോക്കണേ, അതിന് നാഴിക വന്നിരിക്കും. സമയത്തെ അറിയാൽ തന്നെ. ഈ സമയം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് അറിവുള്ളവരായിരിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ, ആ നാഴിക എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കൈറോസ് എന്ന വാക്കാണ് മൂലകൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഒരു നിമിഷമെന്നാണ്. ഒരു നിമിഷം, ഈ ഒരു സമയം, വർത്തമാനകാലം എന്നുള്ളതാണ്. വർത്തമാനകാലം ഇപ്പോഴത്തെ, ഇന്നലെ കഴിഞ്ഞു പോയി, നമുക്കിനി അതിനെക്കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല. ഭാവി അനിശ്ചിതമാണ്, എന്തായിരിക്കും സംഭവിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പം നമുക്കുണ്ട്, ഈ വർത്തമാനകാലം എനിക്കുണ്ട്. പ്രവർത്തിക്കാനുണ്ട്, സ്നേഹിക്കാനുണ്ട്, ദൈവത്തോടുള്ള കടപ്പാടും കൂട്ടസമൂഹത്തോടുള്ള എൻ്റെ കടപ്പാടും നിവർത്തിക്കാൻ എനിക്ക് വേണ്ടി നല്ലൊരു സുവർണ്ണ അവസരം. അപ്പോൾ നാഴിക എന്നുള്ളത് അവസരമെന്ന് നമുക്ക് തർജ്ജമ ചെയ്യുന്നതിനകത്തും തെറ്റൊന്നുമില്ല. അത് സമയത്തെ നമ്മൾ അറിയുന്നു. ഈ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് അറിവുള്ളവരായിരിക്കണം. ബൈബിൾ അതിനെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ കൈറോസ് എന്നുള്ള വാക്ക് തിരുവെഴുത്തിൽ പല സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. റോമാലേഖനം 3-26 വാക്യത്തിൽ കൈറോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കാലത്ത് തന്നെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത് എന്നുള്ളിടത്ത് കൈറോസ് എന്ന വാക്കാണ്. അത് കൃപായുഗത്തെയാണ് കാണിക്കുക. ഈ കൃപായുഗം എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ ഘട്ടമാണ് താരതമ്യേന എടുക്കുമ്പോൾ. കൃപായുഗമെന്ന് പറഞ്ഞാൽ സൗരങ്ങളെ, നിയമിക്കപ്പെട്ട സമയം കഴിഞ്ഞും അധികാരി ഔദാര്യത്തിന് അനുവദിക്കുന്ന ചുരുങ്ങിയ ഇടവേളയാണ് കൃപായുഗമെന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, കുട്ടി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു, മിടുക്കനായ കുട്ടിയാണ്, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. സമയം കഴിഞ്ഞു, 3 മണിക്കൂറായിരുന്നു പരീക്ഷ, 3 മണിക്കൂർ കഴിഞ്ഞു. 3 മണിക്കൂറിൻ്റെ ബെല്ലടിച്ചു. അത് കുട്ടികൾ നല്ലൊരു ഭാഗവും പേപ്പർ ആൻസർ ഷീറ്റ്സ് വെച്ച് പോയി. അപ്പോൾ ഒടുവിൽ സമർത്ഥനായ കുട്ടിയാണ്, അവനിങ്ങനെ ഇച്ചിരി കൊണ്ട് എഴുതുക. ടീച്ചർ വന്ന് അവൻ്റെ പേപ്പറിൻ്റെ അറ്റത്ത് പിടിച്ചുകൊണ്ടിരിക്കുക. മണിയുടെ സമയം. എന്നിട്ട് അവൻ അവസാനത്തെ ആ വാക്കുകൂടെ എഴുതിക്കൊണ്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക അവസാനത്തെ. അപ്പോൾ അവന് കിട്ടുന്ന ഓരോ നിമിഷവും അത് കൃപയാണ്, ഔദാര്യമാണ്. സമയം കഴിഞ്ഞാൽ അധികാരി തൻ്റെ ഔദാര്യത്തിൽ ഒരിടവേള, ഒരു ലാസ്റ്റ് ഒരു വാചകം കൂടി ഒന്ന് എഴുതി അവസാനിപ്പിക്കാൻ ഒരിടവേള അനുവദിക്കുന്നു. അതാ കൃപയുടെ സമയം. ഈ കൃപായുഗം എന്ന് പറയുന്നത് അതുപോലുള്ള സമയമാണ്. കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ട് പാർത്ത് ശുശ്രൂഷിക്കുമ്പോൾ കാലം തികഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ സമയം തീർന്ന, ബാക്കി സമയം കൃപയുടെ കാലമാണ്. ദൈവം ഔദാര്യത്തിൽ മനുഷ്യന് അനുവദിച്ചിരിക്കുന്ന അവസരമാണ്. ഈ കൃപായുഗത്തിലെ ഓരോ നിമിഷവും പ്രധാനമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഓരോ നിമിഷവും ഇത്ര തിടുക്കത്തോടുകൂടി കർത്താവിൻ്റെ വരവേണ്ടി ഒരുങ്ങുവാൻ ദൈവം നിയമിച്ചു തന്നിരിക്കുന്ന അവസരമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ദീർഘിപ്പിക്കുന്ന ഓരോ നിമിഷവും പാപലോകത്തോട് ദൈവം കാണിക്കുന്ന ഔദാര്യമാണ്.
പാപലോകത്തോട് ദൈവം കാണിക്കുന്ന ഔദാര്യമാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-4 നമുക്ക് ഈ കൈറോസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. കർത്താവ് വരുവോളം സമയത്തിന് മുമ്പ്. അവിടെയും 1 കൊരിന്ത്യർ 7:29 കാലം ചുരുങ്ങിയിരിക്കുന്നിടത്ത് കൈറോസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയിരിക്കുന്നു. ദ ഫ്ലീറ്റിംഗ് നേച്ചർ, വേഗം കഴിഞ്ഞു പോകുന്ന ആ അവസ്ഥ, സമയത്തിൻ്റെ ആ ഓടിപ്പോകുന്ന അവസ്ഥ, നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയെ സൂചിപ്പിക്കുന്ന വാക്കാണ് കൈറോസ് എന്നുള്ള വാക്ക്. വർത്തമാനം ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അടുത്ത നിമിഷം അത് ഭൂതകാലമായി പോയി. ഞാൻ ഭാവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒഴുകുന്ന ഒരു നദി പോലെയാണ്, അതിവേഗം ഒഴുകുന്ന ഒരു നദി പോലെ. നമുക്ക് ആ നദിയുടെ ഒഴുക്ക് തടയാൻ കഴിയില്ലെങ്കിലും അതിനെ ഉപയോഗിക്കാൻ കഴിയും. നമുക്ക് സമയം പാസ് ചെയ്യുന്നത് നമുക്ക് തടയാൻ കഴിയില്ല, പക്ഷേ ആ സമയം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ വർത്തമാനകാലം, നാഴിക, ഓരോ നാഴിക, അങ്ങനെ സമയത്തെ നമ്മൾ അറിയുന്നുണ്ട്. അതാണ് തിരുവെഴുത്തിൽ സമയത്തെക്കുറിച്ചുള്ള ഉൾബോധം ദൈവസഭയ്ക്കുണ്ട് എന്നുള്ള ഒരർത്ഥമുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ചിന്തകൻ പറഞ്ഞിരിക്കും, മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൽ നിന്ന് ഓരോരുത്തരെയും രക്ഷപ്പെടുത്തുവാൻ തിടുക്കത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം. തിടുക്കത്തോടെ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു, അതിനകത്തുനിന്ന് ആളുകളെ രക്ഷിക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പെരുമണ്ണിൽ ഒരു തീവണ്ടി അപകടമുണ്ടായി. ട്രെയിൻ ബോഗികൾ പാളത്തിൽ നിന്ന് തെന്നി അഷ്ടമുടിക്കായലിലേക്ക് പോയപ്പോൾ ഇങ്ങനെ ബോഗികൾ ഇങ്ങനെ തെന്നി നീങ്ങി ആ കയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജീവനെ പണയം വെച്ചും അവിടെയുള്ള നാട്ടുകാർ ചെറിയ വള്ളങ്ങളിലൊക്കെ വന്ന് അവരെ ജീവനെ പണയം വെച്ചുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് ആളുകളെ രക്ഷിക്കാൻ ത്യാഗപൂർവമായ സേവനം ചെയ്തു. ആളുകളെ രക്ഷിക്കാൻ അവർ ചെയ്ത സേവനം നോക്കണേ, ഓരോ നിമിഷവും പ്രധാനമാണ്. കാര്യം ഇങ്ങനെ ഇങ്ങനെ നിരങ്ങി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഒരുവനെ കൂടെ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇതുപോലെയാണ് പ്രിയപ്പെട്ട സുവിശേഷകൻ ഈ ശുശ്രൂഷയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലം പോയിക്കൊണ്ടിരിക്കുന്നു, മുങ്ങിപ്പോകുന്ന കപ്പലാണ്. ഇതിൽ നിന്ന് ഒരുവനോടുകൂടിയെങ്കിലും സുവിശേഷം പറഞ്ഞ് ഒരുവനെ കൂടിയെങ്കിലും നിത്യജീവന് വേണ്ടി ആദായപ്പെടുത്തുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതെത്ര ഭാഗ്യമായിരുന്നേനി. സ്തോത്രം. അങ്ങനെ തിടുക്കത്തോടുകൂടി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹം. സമയത്തെക്കുറിച്ച് കാലം കടന്നു പോയിക്കൊണ്ടിരിക്കുക, കർത്താവിൻ്റെ വരെ വളരെ അടുത്തിരിക്കുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് സുവിശേഷകൻ വളരെ പ്രതീക്ഷയോടും വളരെ ഉത്സാഹത്തോടും കൂടെയാണ് സമയത്തെ കാണേണ്ടത്. നമുക്കറിയാം, ഇപ്പോൾ പരസ്യ യോഗങ്ങളും കൺവെൻഷനുകളും ഇങ്ങനെയൊക്കെയുള്ള യോഗങ്ങൾ വൻകിട കൂട്ടങ്ങൾ കൂടുന്നത് നമുക്ക് നിയമപരമായി തടസ്സമാണ്. തന്നെയല്ല, അത് സ്വാഭാവികമായി തന്നെ അത് അസാധ്യമായ ഒരു സാഹചര്യം നമ്മുടെ ഇടയിൽ സംജാതമായിരിക്കും. എന്നാൽ സോഷ്യൽ മീഡിയ ഉണ്ട്. ഇപ്പോൾ ടെലിഫോണൊക്കെ വളരെ ചീപ്പാണ്. നമ്മുടെ സ്നേഹിതരും നമ്മളുടെ പരിചയക്കാരുമായ നമ്മുടെ ആളുകളെ സ്നേഹത്തോടെ വിളിച്ച് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അവരെ ഓർപ്പിക്കുകയും കർത്താവിന് വേണ്ടി ഒരുങ്ങുവാനുള്ള അവരുടെ ചുമതലയെക്കുറിച്ച് സുവിശേഷപരമായി പങ്കുവയ്ക്കുകയും ചെയ്യാൻ നമ്മൾ ആവോളം ഉത്സുകരായിരിക്കേണ്ടതാണ്. സ്തോത്രം. നമ്മൾ മറക്കരുത്, നമ്മൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ നമ്മളിനി മറ്റുള്ളവരെ രക്ഷിക്കുന്ന ചുമതലയിൽ വ്യാപൃതരായിരിക്കണം. രക്ഷിക്കപ്പെട്ടവൻ മറ്റുള്ളവരെ രക്ഷിക്കുന്ന ചുമതലയിൽ വ്യാപൃതരാണ്. ആട്ടെ, ഈ സമയത്തെക്കുറിച്ച് നമുക്കറിയാമോ? അതാണ് സമയത്തെ അറിയുന്നവരാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ സമയത്തെക്കുറിച്ച് കാലം എന്തായി? ലോകം ചോദിക്കുന്നു, കാലം എന്തായി? ഇതെന്തോ കാലമാണ്, പ്രത്യേകിച്ച് കൊറോണ വന്നു. ഇതെന്തൊരു കാലം, ഇനി പഴയതുപോലൊരു കാലം, നല്ല കാലം വരികയല്ലേ? സ്വാതന്ത്ര്യമായി കയറിയിറങ്ങി നടക്കാൻ, കൂട്ടുകാരെ സന്ദർശിക്കാൻ, ബന്ധുക്കളെ സന്ദർശിക്കുവാൻ, ഒന്ന് ഉല്ലാസയാത്രയിൽ പോകുവാൻ, ഒന്ന് പാർക്കിൽ കൂടി ഒന്ന് സ്വൈര്യമായി ഒന്ന് വിഹരിക്കുവാൻ, അതിനുള്ള നല്ല കാലം വരില്ലേ എന്നൊക്കെ. കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്, കാലം എന്തായി എന്നുള്ളത് ആളുകൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം മറക്കരുത്, കാലം നിർണായകമായ ഒരു ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. ഈ സമയത്തിൻ്റെ വിലയെക്കുറിച്ച് നമ്മളെ ഓർപ്പിക്കുവാനും കൂടെയാണ് ദൈവം ഈ അവസരം അനുവദിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സമയത്ത് ഈ ലോകത്തിൻ്റെ നൈമിഷികതയും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അവസരത്തിൻ്റെ അതിൻ്റെ ശ്രേഷ്ഠതയെയും കുറിച്ച് നമ്മൾ ഓർക്കാനായി ദൈവം തന്നിരിക്കുന്ന ഒരവസരമായിട്ട് നമ്മളിതിനെ കാണേണ്ടതുണ്ട്. ലോകം എന്തായി എന്നുള്ളത് ആളുകൾ നമ്മളോട് ചോദിക്കുക. ലോകം എങ്ങോട്ടാണ്? നാളെ എന്താണ്? നാം ഇവിടെ എന്ത് ചെയ്യണം? ഇത് ആളുകൾ ചോദിക്കുകയാണ്. ലോകം ഇങ്ങനെ പകച്ചു നിൽക്കുന്നു. കാലത്തിൻ്റെ പോക്ക് ഇവിടം വരെയായി. പ്രിയപ്പെട്ട, അത് ദൈവം അതിനും അറിയാവുന്നവർക്കറിയാം. നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്, നമ്മളെ കാവൽക്കാരാക്കി നിയമിച്ചിരിക്കുകയാണ് ദൈവം. നമ്മൾ കാവൽക്കാരെ പോലെ കാലത്തിൻ്റെ പ്രാധാന്യത വിളിച്ചു പറയുന്നവരായി. പഴയ കാലത്ത് ഈ കാവൽക്കാരുണ്ടായിരുന്നു.
കാവൽ കാക്കുന്നവർ, സമയം വിളിച്ചു പറയുന്നവരുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, സൈറൺ മുഴക്കമായിരുന്നു പണ്ട്. എല്ലാവർക്കും വാച്ചൊന്നും ഇല്ലാഞ്ഞ കാലത്ത് സമയം അറിയിക്കാൻ സൈറൺ മുഴക്കമായിരുന്നു. ഇപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഇങ്ങനെ സൈറൺ മുഴക്കാറില്ല. എങ്കിലും ചിലയിടത്തൊക്കെ, ചില മുനിസിപ്പാലിറ്റികളിലൊക്കെ അത് വെച്ചിട്ടുണ്ട്. ആ സമയം അതുപോലെ നമുക്ക് കാലം വിളിച്ചു പറയണം. സമയം എത്രയായി നമ്മൾ വിളിച്ചു സോരാ, കാലം നിർണായകമായി, കർത്താവിന് വരെ വളരെ അടുത്തു. ഇനി ലോകം കാണാൻ പോകുന്ന ഏറ്റവും പ്രധാന സംഭവം യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവാണ്. നമ്മളത് പറയണം. പക്ഷേ നമ്മൾ ആ കാവൽ ജോലിയിൽ നമ്മൾ എത്രമാത്രം വിശ്വസ്തരായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാനുള്ള ഒരു കാര്യമാണ്. നമ്മൾ യെശയ്യാവിൻ്റെ പ്രവചനം 21-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന, പ്രവാചകനിലൂടെ പരിശുദ്ധ നമ്മളെ ഓർപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കാവൽക്കാരാ, കാവൽക്കാരാ, രാത്രി എന്തായി? യെശയ്യാവിൻ്റെ പ്രവചനം അതിൻ്റെ 21-ാമത്തെ അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ, 21-ാമത്തെ 11-12 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. പ്രവാചകം, കാവൽക്കാരാ രാത്രി എന്തായി? കാവൽക്കാരാ രാത്രി എന്തായി? തിടുക്കത്തോട് ചോദിക്കുക, ആവർത്തി ചോദിക്കുക എന്ന് ഒരുത്തൻ സെയീരിൽ നിന്ന് എന്നോട് വിളിച്ച് ചോദിക്കുന്നു. നമ്മൾ ഓരോരുത്തരോട് ചോദിക്കുക, കാലം എന്തുവായി? കാലത്തിൻ്റെ പോക്കെന്താണ്? ഇതിൻ്റെയൊക്കെ അറുതി എന്താണ്? ദൈവമാണോ ഇതൊക്കെ നിയന്ത്രിക്കുന്നത്? ദൈവമായി ഇതൊക്കെ നിയന്ത്രിക്കുന്നെങ്കിൽ ഇങ്ങനൊരു കാലമോ? ഇതെന്താ കാലം? സ്തോത്രം. നോക്കണേ, അവിടെ അതിന് കാവൽക്കാരൻ, പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. പ്രഭാതം ഉണരാൻ പോകുന്നു. രാത്രിയാണിത്. കഷ്ടകരമായ കാലമാണിത്. ദുഷ്കാലമാണെന്നാണ് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് ദുഷ്കാലമാണ്. എന്നൊരു പ്രഭാതം വരുന്നു. നമ്മൾ ആ ട്വൈലൈറ്റ് ടൈമിലാണ്. രാവിലെ അങ്ങോട്ട് നേരം വെളുക്കുന്നതിന് തൊട്ട് മുമ്പ് ഉള്ള ആ ഇരുളിൻ്റെ സമയമാണ്. പക്ഷെ ഒരു കാര്യമാണ്, നേരം പുലരുന്നതിന് തൊട്ട് മുമ്പുള്ള ഇരുട്ടെന്ന് പറഞ്ഞാൽ കുറ്റിരുട്ടാണ്, കഠിനമായ ഇരുട്ടാണ്. അതിനു മുമ്പ് ഒരു പ്രഭാത നക്ഷത്രം ഉദിക്കുമ്പോൾ നല്ല വെളിച്ചമുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു കുറ്റിരുട്ട്, അത് കഴിഞ്ഞാൽ പ്രഭാതമാണ്. പ്രഭാതവും രാത്രിയും ഒരുമിച്ച് വന്നിരിക്കുന്നു. ഈ ലോകത്തെ സംബന്ധിച്ച് രാത്രിയാണ്, എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് ഇതൊരു പ്രഭാതമാണ്. പക്ഷേ നാം ഈ കാവൽ ജോലിയിൽ എത്ര വിശ്വസ്തരായിരിക്കുന്നു? അതിൻ്റെ യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ തന്നെ 56-ാമത്തെ അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പിന്നെയും നമുക്ക് ഒരു കാര്യം കാണാൻ കഴിയുന്നുണ്ട്. 56-ാമത്തെ അധ്യായത്തിൻ്റെ 10-11 വാക്യം വായിക്കുമ്പോൾ സങ്കടം തോന്നും. കണ്ടേ, അവിടെ അവൻ്റെ കാവൽക്കാർ കുരുടന്മാർ, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരപ്പാൻ വഹിയാത്ത ഊമനായ്ക്കൾ തന്നെ. അവർ നിദ്രാപ്രിയന്മാരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു. ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ. ഇത് കണ്ടോ കാവൽക്കാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? നമ്മളെ ദേശത്തിൻ്റെ കാവൽക്കാരാക്കി നിയമിച്ചിരിക്കുക. പ്രവാചകന്മാരോട് പറഞ്ഞിരുന്നു, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ദേശത്തിൻ്റെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നമ്മൾ ദേശത്തിൻ്റെ കാവൽക്കാരാണ്. സമയം എന്തായെന്ന് വിളിച്ചു പറയണം. പണ്ട് കാവൽ ജോലി ചെയ്യുന്നവർ സമയം എത്രയായി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മുടെ സൈറൻ മുഴക്കുന്ന പോലെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് സമയം എന്തായി? കാലത്തിൻ്റെ പോക്കെന്താണ്? ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷത എന്താണ്? ഇത് നമ്മൾ നമ്മുടെ സമൂഹത്തോട് വിളിച്ചു പറയുവാൻ നമുക്ക് ചുമതലയുണ്ട്. പക്ഷേ നമ്മുടെ അവസ്ഥ ഇതല്ലേ? നിദ്രാപ്രിയന്മാരായി സ്വപ്നം കണ്ട് കിടക്കുന്നവർ, കുരപ്പാൻ വഹിയാത്ത ഊമനായ്ക്കളെ പോലെ. നമ്മൾ സുവിശേഷം പറയുന്ന കാര്യത്തിൽ, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാര്യത്തിലും നമ്മൾ എത്ര വിശ്വസ്തരാണ് സഹോദരങ്ങളെ. അയ്യോ, എന്തൊരു സാദൃശ്യമാണ് ഇവിടെ. അവൻ്റെ കാവൽക്കാർ കുരുടന്മാർ, കാണാൻ മേലാത്തവർ. നമ്മളിതൊന്നും കാണുന്നില്ല. അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, തിരിച്ചറിവില്ലാത്തവരാകരുത്. അവരെല്ലാവരും കുരപ്പാൻ വഹിയാത്ത ഊമനായ്ക്കൾ തന്നെ. എന്നിട്ടോ താഴെ ആർത്തിയ കൊതിയന്മാർ. അയ്യോ, സങ്കടമുണ്ട്. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്. സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, എന്ന് അവകാശപ്പെടുന്നവർ തന്നെ താ 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 എന്നാ പറയുന്നത്. ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടു കഴിയുമ്പോഴും പിന്നെയും ഇങ്ങോട്ട് താ, ഇതാ ഞങ്ങളുടെ അക്കൗണ്ട് നമ്പർ. പ്രിയപ്പെട്ടൊരു സ്വന്തം നേട്ടം ഇങ്ങോട്ട് കിട്ടണം. പറയുന്നതോ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചല്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെക്കുറിച്ചല്ല. ഈ താൽക്കാലിക ജീവിതത്തിൻ്റെ പ്രശ്നപരിഹാരമാണ് പലരും ഊന്നൽ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ എങ്ങനെ കുറേ സമയം സ്വൈര്യമായിരിക്കാൻ കഴിയുമെന്ന്. മുങ്ങുന്നേ ഉള്ളൂ കേട്ടോ, ഇച്ചിരിയും കൂടെ ഉണ്ട്. നിങ്ങൾക്ക്
മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ എങ്ങനെ തലവേദന ഉണ്ടെങ്കിൽ എന്ത് ഗുളിക കഴിക്കണമെന്ന് എന്ന് പറയുന്ന പോലെ തലവേദന അല്ല പ്രശ്നം, നിന്റെ ജീവനെ രക്ഷിക്കാം. രോഗസൗഖ്യത്തിൻ്റെ ഒറ്റമൂലിയായി സുവിശേഷത്തെ കുറച്ച് കളയരുത്. നമ്മുടെ കാവൽക്കാർ സമയത്തിൻ്റെ പ്രത്യേകത മറ്റുള്ളവരെ അറിയിക്കുവാൻ നിയമിക്കപ്പെട്ടവരാണ്. അതെ, ഈ സമയം ഇത് ദുഷ്കാലമാണ്. ദൈവം തൻ്റെ തിരുവെഴുത്തിലൂടി മടങ്ങി വരുവനെക്കുറിച്ചൊക്കെ എത്ര ആവർത്തി നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടും ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർ, വീണ്ടും ജനിച്ചവരെന്ന് അവകാശപ്പെടുന്നവർ തന്നെ കർത്താവിൻ്റെ വരവും നിത്യജീവൻ്റെ സന്ദേശവും രണ്ടാം സ്ഥാനത്തേക്ക് തള്ളി ഭൗമിക ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾക്ക് ദൈവം എങ്ങനെ സഹായം ചെയ്യുമെന്നുള്ളതിന് ഊന്നൽ കൊടുത്ത് ലൗകികതയിൽ നിന്നും സ്വർഗീയമായതിലേക്കുള്ളൊരു തിരിച്ചിലിനു വേണ്ടി ജനത്തെ ആഹ്വാനം ചെയ്യുവാൻ കൂട്ടാക്കാതിരുന്നപ്പോൾ ദൈവം താൻ തന്നെ ഇവിടെ ഇടപെട്ട് ഈ ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ച് നമ്മളെ ഓർപ്പിക്കുവാൻ ആഗോള വ്യാപകമായി ഇടപെട്ടിരിക്കുന്ന ഒരു ഇടപെടലായിട്ട് നമുക്ക് ഈ മഹാമാരിയെ കാണാനായിട്ട് കഴിയും. സ്തോത്രം. കാവൽക്കാരെന്നുള്ള ജോലിയിൽ നമ്മൾ അവിശ്വസ്തരായപ്പോൾ ദൈവം താൻ തന്നെ ലോകത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയമായി. ഇപ്പോഴെങ്കിലും നമ്മളൊന്ന് ഉണരുമോ? നമ്മുടെ കാവൽ ജോലിയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുവാൻ നമ്മളൊന്ന് കൂട്ടാക്കുമോ? നാം സമയത്തെ അറിയുന്നു. ഇതേത് കാലമാണ് പ്രിയപ്പെട്ടവരെ? ചില ആളുകൾ അതിനെക്കുറിച്ച് ഈ കാലഘട്ടത്തെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് പ്രീ കോവിഡ് വേൾഡ് എന്നും പോസ്റ്റ് കോവിഡ് വേൾഡ് എന്നും രണ്ടായിട്ടിരിക്കാമെന്നും എന്നൊക്കെ പറഞ്ഞ് ഇനി ലോകം പഴയതുപോലെ ആയിരിക്കയില്ല എന്നൊക്കെ പറഞ്ഞ്, ശരിയാണ്, ലോകം പഴയതുപോലെ ആകാൻ ഇനി കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ ഈ ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തെക്കുറിച്ചും മനുഷ്യൻ തൻ്റെ ബലഹീനതയെക്കുറിച്ചും തിരിച്ചറിയുവാൻ ദൈവം ഇടപെട്ട ഇടപെടലിൻ്റെ സമയമാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അത് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുവാൻ നിയമിക്കപ്പെട്ട കാവൽക്കാരാണ് ഞാനും നിങ്ങളും. നമ്മുടെ സമയത്തെ അറിയാൽ തന്നെ നമ്മൾ കുരുടന്മാരാണോ? നമ്മൾ സമയത്തെ കാണുന്നുണ്ടോ? കാലത്തിൻ്റെ ഘടികാരത്തിലേക്ക് നമ്മൾ കണ്ണുയർത്തി ഒന്ന് നോക്കുമോ? മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് വല്ലവിധേനം ചിലരെ കൂടി രക്ഷപ്പെടുത്തുവാൻ ദൈവം തന്നിരിക്കുന്ന സുവർണ അവസരമായി ഈ കൃപാകാലത്തെ നമുക്ക് കാണാൻ കഴിയുമോ? രാത്രി കഴിയാറായി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ അന്ധകാരത്തിൻ്റെ ആധാർമികതയുടെ ഈ രാത്രി, ലോകം ഇരുളിൻ്റെ ശക്തിക്ക് കീഴ്പ്പെട്ടിരുന്ന ഈ രാത്രി കഴിയാറായി. ദൈവം ലോകത്തെക്കുറിച്ച് കരുതലുള്ളവനാണ്. അതുകൊണ്ട് പ്രഭാതത്തിന് തൊട്ടു മുമ്പുള്ള ഒരു കഠിനമായ ഇരുട്ട്, ആ കഠിനമായ ഇരുട്ട് ദൈവം അനുവദിച്ചിരിക്കുന്നു. എന്തിന്? പ്രകാശത്തിനു വേണ്ടിയുള്ള ഒരു ആർത്തി നമ്മളിൽ ഉണ്ടാകുവാൻ. പ്രകാശത്തിനു വേണ്ടിയുള്ള ഒരാർത്തി. കാവൽക്കാരൻ ഇങ്ങനെ കിഴക്കേ ചക്രവാളത്തിലേക്ക് തല ഉയർത്തി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പ്രഭാതത്തിന് പൊൻകിരണങ്ങൾ കിഴക്കേ ചക്രവാളത്തിൽ തെളിയുന്നത് കാണാൻ. അതെ, നാം കാവൽ ജോലിയിൽ വിശ്വസ്തരായിരിക്കണം. നമുക്ക് സമയത്തെ അറിയാമോ? കണ്ടില്ലേ, പൗലോസ് പറയും, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രക്ഷ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന സമയമാണ്, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയമാണ്. ഇപ്പോൾ നാം വിശ്വസിച്ച സമയത്തേക്കാൾ ഈ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടതല്ലേ നമ്മൾ? രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിനി രക്ഷിക്കപ്പെടും. അപ്പോൾ രക്ഷയ്ക്കുള്ള 3 ഘട്ടങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. രക്ഷയ്ക്ക് 3 ഘട്ടങ്ങളുണ്ട്. നാം രക്ഷിക്കപ്പെട്ടു, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിച്ചു, നാം നീതീകരിക്കപ്പെട്ടു. നമ്മുടെ പാപത്തിൻ്റെ കുറ്റം പുത്രൻ്റെ മേൽ ചുമത്തി, പുത്രൻ്റെ യാഗമരണത്താൽ അതിന് പരിഹാരം വരുത്തി, ആ മരണത്തോട് നാം ഏകീഭവിച്ച് ആ പാപപരിഹാര യാഗത്തിൽ പങ്കാളികളായതുകൊണ്ട് ആ മരണത്തോട് ഏകീഭവിച്ച്, ആ അടക്കത്തോട് ഏകീഭവിച്ച്, ആ ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കാളികളായി നമ്മൾ പുതിയ സൃഷ്ടികളായപ്പോൾ, സ്തോത്രം, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിച്ചു. നാം പാപികളായിരുന്ന നമ്മളെ ദൈവം നീതീകരിച്ചു. നീതിമാന്മാരായ ദൈവം നമ്മളെ കണക്കാക്കി. രക്ഷയുടെ 1ാമത്തെ ഘട്ടം അത് കഴിഞ്ഞു. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറക്കല്ല്. സ്തോത്രം. നമ്മളെങ്ങനെയാണ്, അതെ, പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന നമ്മൾ
നമ്മുടെ പാപത്തിന് കുറ്റം നമ്മുടെ കർത്താവ് തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മേൽ വിധിക്കപ്പെട്ട ശിക്ഷ നമുക്ക് പകരക്കാരനായി സഹിച്ചു. സ്തോത്രം. നമ്മളോ നാം പാപികളാണെന്നുള്ളത് അംഗീകരിച്ച് സ്വയം രക്ഷപ്പെടുവാൻ കഴിയാത്തവരാണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ മരണത്തോട് ഏകീഭവിച്ചു. ആ മരണം എൻ്റെ മരണമെന്ന് അംഗീകരിച്ചു. ആ മരണത്തിൽ പങ്കാളികളായി അവനോടുകൂടി അടക്കപ്പെട്ടു, അവനോട് ഉയർത്തെഴുന്നേറ്റു. അവനെ ധരിച്ച് അവനൊരു പുതിയ ജീവിതം ആരംഭിക്കുമ്പോഴാണ് നീതീകരിക്കപ്പെടുന്നത്. വെറുതെ രോഗസൗഖ്യം പ്രാപിക്കുവാനും ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഒരു പുതിയ കൂട്ടായ്മയിലേക്ക് കൂടുവാനായി നിങ്ങൾ ഒരു കാർഡ് പൂരിപ്പിച്ചൊന്ന് കൊടുത്തതുകൊണ്ടോ ഒന്ന് കൈ ഉയർത്തിയതുകൊണ്ടോ തീരുന്നില്ല. അതൊക്കെ ചെയ്തോളൂ. അത് നിങ്ങൾക്ക് തുടർന്നുള്ള പാസ്റ്ററൽ മിനിസ്ട്രി, ഇടയ പരിപാലന ശുശ്രൂഷ ലഭിക്കുവാൻ അത് ഉപാധിയാകും. അത് ചെയ്യണം. പക്ഷേ അതിലൊതുങ്ങരുത്. കർത്താവിൻ്റെ മരണത്തോടെ ഏകീഭവിച്ച അവസ്ഥ, അതാണ് രക്ഷയുടെ ഒന്നാം ഘട്ടം. നമ്മുടെ രക്ഷയുടെ രണ്ടാം ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു വിശുദ്ധീകരണം. ഓരോ ദിവസവും പാപത്തിൻ്റെ ആ ശക്തി നമ്മളെ കീഴ്പ്പെടുത്താതെ വണ്ണം നമ്മൾ ദൈവകൃപയിൽ ശരണപ്പെട്ട് സ്തോത്രം പരസ്പരം സ്നേഹിച്ച് ദൈവത്തെ സ്നേഹിച്ച് നാം നമ്മുടെ ജീവിതം നയിക്കുന്നു. സ്തോത്രം. രക്ഷിക്കപ്പെട്ടവൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മൂന്നാമത് നാം രക്ഷിക്കപ്പെടും. കർത്താവിൻ്റെ വരവിങ്കിൽ നാം രക്ഷയുടെ പൂർത്തീകരണം പ്രാപിക്കും. അതാണ് നമുക്കറിയാം. എബ്രായലേഖനം 11-ാം അധ്യായത്തിലൂടെ വാക്യം വായിക്കുമ്പോൾ വിശ്വാസ വീരശൂരന്മാരുടെ നീണ്ട പട്ടിക എഴുതിച്ച് അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു. അവർ വിശ്വാസത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തവരാണ്, രക്തസാക്ഷികളാണ്. പക്ഷേ അവർ രക്ഷാപൂർത്തി പ്രാപിച്ചില്ല. അതേ സൗകര്യങ്ങളിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഹൃദയ സമാധാനത്തിലോ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിലോ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വൈര്യതയിലോ നാം അനുഭവിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളിലോ ഒന്നും ഒതുങ്ങുന്നതല്ല. നമ്മുടെ രക്ഷ യേശുക്രിസ്തുവിൻ്റെ അതേ തേജസ് പ്രാപിക്കുവാൻ, കർത്താവിൻ്റെ തേജസ് പ്രാപിക്കുവാനാണ് നമ്മളെ സുവിശേഷത്താൽ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ അടുത്തിരിക്കുന്നു പറഞ്ഞാൽ കർത്താവിൻ്റെ വരവിലാണത്. അതിന് നമുക്ക് ഒരുക്കത്തോടെ ഇരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവെ, ഞങ്ങളെ ദേശത്തിൻ്റെ കാവൽക്കാരായി നിയമിച്ചിരിക്കുകയാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, കാവൽക്കാർ കുരയ്ക്കാൻ വഹിയാത്ത ഊമനായ്ക്കളെപ്പോലെയും കുരുടന്മാരായി വിരിക്കുന്നു. ഞങ്ങളോട് മനസ്സറിയണം. കർത്താവെ, ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഞങ്ങളുടെ കുരുട്ട് കണ്ണു മാറി ഈ കാലത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഞങ്ങൾ ബോധവാന്മാരായി വേഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്തെക്കുറിച്ച് ഇത് സുവർണ അവസരമാണെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവെ, ഈ സമയത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി ആ പ്രത്യേകത മറ്റുള്ളവരെ അറിയിച്ച് ഈ കാലഘട്ടത്തിൽ അങ്ങയെ സ്നേഹിച്ചും കൂട്ടസഹോദരങ്ങളെ സ്നേഹിച്ചും കാവൽ ജോലിയിൽ വിശ്വസ്തരായിരിക്കാൻ കൃപ നൽകണമേ. ഞങ്ങൾ വിശ്വസിച്ച സമയത്തേക്കാൾ ഞങ്ങളുടെ രക്ഷാപൂർത്തീകരണത്തിന് സമയം അടുത്തത് ഞങ്ങൾ അറിയുന്നു. ഒരുക്കത്തോടെ ഇരിപ്പാൻ കൃപ നൽകണമേ. മറ്റുള്ളവരെയും അതിനായി ഒരുക്കുവാൻ ഞങ്ങളാൽ ആവോളം ഉത്സാഹിപ്പാൻ, ദൈവസ്നേഹത്തിൽ ഞങ്ങൾ ശുശ്രൂഷിക്കുവാൻ, കാവൽ ജോലിയിൽ വിശ്വസ്തരായിരിക്കാൻ അടിയാനും അടിയൻ്റെ പ്രിയമുള്ളവർക്കും കൃപ നൽകണമേ. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഞങ്ങളുടെ കൂട്ടുസൗകര്യങ്ങളെ ഓർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. മഹത്വത്തോടെ എടുക്കണമേ. ഈ ദുഷ്കാലത്ത് അങ്ങയ്ക്കായി നിൽപ്പാൻ കൃപ നൽകിയാട്ട്. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ.